മധുരനമ്പരക്കാറ്റ് എന്ന് പറഞ്ഞ സീരിയലിൽ നിങ്ങൾ ഇഷ്ടം പോലെ കണ്ടിട്ട് പരിചയമായിട്ടുള്ളൊരു മുഖമാണിത്. നമ്മുടെ ദേവകിയമ്മയാണ് ഇന്ന് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്. എന്താണ് ഈ പ്രായത്തിലും അമ്മയുടെ ഈ സൗന്ദര്യത്തിൻ്റെയും ഈ എനർജിയുടെയും രഹസ്യമെന്ന് ഇന്ന് പറഞ്ഞിട്ടേ അടങ്ങുള്ളൂ. അപ്പോൾ നമുക്ക് നേരിട്ട് ദേവകിയമ്മയുടെ അടുത്തേക്ക് പോവാം. നമുക്ക് പുതിയ പുതിയ ആൾക്കാരെ കാണുക, പുതിയ പുതിയ സ്ഥലങ്ങൾ കാണുക. നമ്മളൊരു യാത്ര പോകുമ്പോൾ അവിടെ പലതും കാണാനുണ്ടാവും. എപ്പോഴും മനസ്സിലിങ്ങനെ സന്തോഷം നിറയ്ക്കുക. ഉള്ള സ്ഥലത്ത് വെച്ചിട്ട്, ഉള്ള സമയത്ത് വെച്ചിട്ട് രാവിലെ എണീറ്റ ഉടനെ കുറച്ച് വെള്ളം കുടിക്കും. വെള്ളം കുടിച്ച് കട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ വെള്ളം കുടിച്ചിട്ടാണ് ഇറങ്ങുക. അത് കഴിഞ്ഞ് പിന്നെ രാവിലെ പല്ലൊക്കെ തേച്ച് വന്നു കഴിയുമ്പോൾ ഒരു ഗ്രീൻ ടീ കുടിക്കും. ഇത്തിരി നാരങ്ങയൊക്കെ ഒഴിച്ച് ഒരു ഗ്രീൻ ടീ കുടിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയിൽ കയറി സ്വയം ഭക്ഷണം പാകം ചെയ്യുന്നൊക്കെ സുഖം തന്നെയാണ്. ഒരു ഇഡ്ഡലി, ഒരു മുട്ട, ഒരു കഷ്ണം പഴം. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ. പിന്നെ അത് വിശന്നാലേ പിന്നെ ഞാൻ വേറെ വല്ലതും കഴിക്കുള്ളൂ. അത് നല്ല ഭക്ഷണങ്ങളായിരിക്കണം. ഇലക്കറി, പയർവർഗ്ഗങ്ങളൊക്കെ ഉണ്ടല്ലോ. പുസ്തകം വായിക്കാൻ സമയമുണ്ടെങ്കിൽ വായിക്കാം. പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ആളാണ് ഞാൻ. ഉലുവി അരിയും കൊണ്ട് ദോശ ഉണ്ടാക്കും, മുരിങ്ങയിലിട്ട് ദോശ ഉണ്ടാക്കും, പിന്നെ അരി ഉഴുന്നും കൂടെ അരച്ചിട്ട് ദോശ ഉണ്ടാക്കും. അരി ഉഴുന്ന് പയർ എല്ലാം കൂടെ അരച്ചിട്ടൊരു പാലക്കാടൻകാര ഒരു വരട്ടി ദോശയുണ്ട്, അതുണ്ടാക്കും. പഴയ ഫ്രണ്ട്സ് ഉണ്ടാവും, പുതിയ ഫ്രണ്ട്സ് ഉണ്ടാവും, പരിചയക്കാരുണ്ടാവും. എല്ലാവരെയും ഒരു 2 ദിവസം കൂടുമ്പോൾ ഓരോ പ്രാവശ്യം വിളിക്കുക. പഴയ കാര്യങ്ങളൊക്കെ പറയാമല്ലോ നമുക്ക്. എന്തൊക്കെ കാര്യം പറയാനുണ്ട്.